ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നതാണ് കാണുന്നത്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഒരുപാട് അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വിളിയിൽ പിതാവിനെയും കൂട്ടിയാണ് ഹാരാനിൽ വന്ന് താമസിച്ചത്. ഇപ്പോൾ രണ്ടാമതും വിളിച്ചു. അങ്ങനെ ലോത്തിനെയും ഭാര്യയെയും സമ്പാദ്യങ്ങളും എല്ലാമായി അബ്രാം യാത്രയായി. എത്തിയ സ്ഥലത്ത് ക്ഷാമം ഉണ്ടായതിനാൽ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ഈജിപ്തിലേക്ക് പോകാനുള്ള തീരുമാനം അബ്രാഹത്തിന്റെ സ്വന്തമായിരുന്നു. ദൈവം തീരുമാനിക്കാത്ത ആ യാത്രയിൽ അബ്രാമിന് സാറ സഹോദരിയാണെന്നും ഒക്കെ കള്ളം പറയേണ്ടി വന്നു. പിന്നീട് ഫറവോയുടെ കുടുംബത്തിൽ മഹാമാരികൾ വന്ന് സത്യം വെളിച്ചത്താവുകയും ചെയ്തു. ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇഷ്ടംപോലെ സ്വർണവും സമ്പത്തും ഒക്കെ കിട്ടി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്തോടെ പോയപ്പോഴാണ് അതൊക്കെ കിട്ടിയത്. പക്ഷെ ആ സമ്പത്ത് കുടുംബക്കാർ തമ്മിൽ കലഹത്തിന് ഇടയായെന്നും പിരിഞ്ഞെന്നും നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട്. അബ്രാഹത്തിന്റെ തലമുറയിൽപ്പെട്ട മക്കൾ പിന്നീട് ആ ഈജിപ്തിൽ അടിമപ്പണി ചെയ്യേണ്ടിയും വന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം. തീർച്ചയായും അതിന് ഉത്തരം ലഭിക്കും.